കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകാവസാനം ഒരു വിളിപ്പാടുകളെ എന്ന സീഡിയില് ഈ മുഖം കണ്ടിട്ട് ആ മുഖം മായാതെ മറയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതേപടി പ്രതിഷ്ഠിച്ചു വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അഹമ്മദ് കബീറിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കിൽ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ. നരകത്തിന്റെ മുമ്പിൽ ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ഓരോരുത്തരും വിളിച്ചു പറയും, അല്ലാഹുവേ യാ ലൈതനി ഇത്തഖദത് മഅ റസൂലി സബീലാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ. നിസ്സാരമല്ല, അവിടെ വെച്ച് തന്നെ വഴിപഠിപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, യാ വൈലത്താ എന്റെ നാശമേ ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ. ഞാൻ ഇയാളെ കൂട്ടുകാരാക്കിയില്ലല്ലോ അല്ലാഹുവേ. 9 കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാം, അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ. ഇവനെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. പടച്ചവനെ, സാലിഹീങ്ങള്, ഈ നല്ലവര്, സയ്യിദുകള്, അഹ്ലു ബൈത്തുകള്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹുവേ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര്, ഇവരുടെ കൂടെ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഈ പള്ളം ഹൈദ്രോസ് പള്ളിയുടെ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് ആയിരങ്ങൾ മുടക്കിയിട്ട് വാള് വെക്കുമ്പോ അല്ലാഹുവേ മാറി നിന്നിട്ട് ഞാൻ ചിരിച്ചവനല്ലേ, വിമർശിച്ചവനല്ലേ, അവരുടെ കൂടെ എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് നാളെ കൈകടിച്ച് കുടഞ്ഞിട്ട് പരലോകത്ത് വെച്ച് പറയും. എന്നിട്ട് വഴി പഠിപ്പിച്ചവനെ കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്. മോശം കൂട്ടുകാരൻ, കള്ള് കുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ, അവനെ നോക്കിയിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹുവേ ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്, അല്ലാഹുവേ ഇവളാണ് എന്നെ വഴി പഠിപ്പിച്ചതെന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ ദുനിയാവിൽ കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ. 9 കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ്. പൊന്നുമോനെ, ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല, ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല, ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല. നമ്മുടെ കൂട്ടുകാരൻ ആരാവണം? അല്ലാഹു 9 കൂട്ടുകാരെ ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി. ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായതുകൊണ്ടാണ് കേട്ടോ. കാസർഗോഡ് ഭയങ്കര മോമാരാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാതിൽ വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ തലമുടി ഗൾഫ് ഗേറ്റിൻ്റെ ആണോ? ഞാൻ ചേട്ടാ പറയാ, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല, മൊട്ടയാണ്. ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മൊട്ടയാണ്, ഫുള്ള് മുടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി. ഇത് ഗൾഫ് ഗേറ്റാണോ? ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ചു, അതുകൊണ്ടാണ് തലമുട്ടയായിട്ട് മുടിയില്ലാത്തത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കിയുള്ള ആള്. നാളെ പരലോകത്ത് യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി. കൈ കടിച്ചു കുടയൂന്നാ പറ. ഒരു കൈയല്ല, അള്ള യഉല്ലു എന്ന് പറഞ്ഞാൽ കടിച്ചു കുടയുക എന്നാണ്. യഉല്ലു ളാലിമു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കുടയും. സാധാരണ നമ്മളിങ്ങനെ കൈ കടിച്ചിട്ട് കുടയണപ്പോഴാണ് ഒരു വലിയ ഭാഗ്യം കൈവെള്ളയിൽ കിട്ടി. പക്ഷെ ഈ പണ്ടാരോ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ, എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി. അള്ളാന്റെ റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂജഹലിന്റെ പുറകെ പോയവൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്, അബൂജഹലിന്റെ കൂട്ടുകാർ ഇവിടെയുണ്ട്. നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം? ആരുടെ കൂട്ടുകാരനാവണം? റസൂലുള്ളാഹിയുടെ. അബൂജഹലിന്റെ കൂട്ടുകാരനാകാവോ? ഉസ്താദെ അബൂജഹൽ എവിടെയെന്ന് വെച്ചാൽ അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. ചത്തിട്ടുണ്ടോ?
അല്ലോ ഉസ്താദെ, അബൂജഹലിന്റെ പ്രേതം ഞങ്ങളുടെ കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്തെവിടെയും ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും, 1-2 ഒക്കെ കാണും. ഒരെണ്ണത്തിന് ഞാൻ പറഞ്ഞോട്ടെ, ഹജ്ജിന് പോയവർക്കറിയാം ഹറമിന് ഏറ്റവും തൊട്ടടുത്ത വീട് ആരുടേതാ? ആരുടെ വീടാ? അബൂജഹലിന്റെ വീടാണ്. അബൂജഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്. ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂജഹലിന്റെ വീടാ, അത് കഴിഞ്ഞിട്ടാണ് അല്ലേ ഉസ്താദ് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്. ഹറമിൽ ബാങ്ക് വിളിച്ചപ്പോ അകലെ കിടന്ന റസൂലുള്ള നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, തൊട്ടടുത്ത് കിടന്ന അബൂജഹൽ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, തൊട്ടടുത്ത് കിടക്കണം ഒരുത്ത് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ അബൂജഹലിന്റെ പ്രേതവാ. അതെന്താ സമ്മതിക്കാത്ത? അബൂജഹലിന്റെ ചിന്ത അത് തന്നെയല്ലേ? പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു, ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാൻ അവന് മനസ്സില്ല, അപ്പൊ അവൻ ആരുടെ ചിന്താഗതിയുള്ളവനാണ്? അതെന്താ ചിന്തിക്കാത്ത? അബൂജഹലിന്റെ പേര് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ? ലഅനത്തുല്ലാഹി അലൈഹി പറയണ്ട. പൊന്നു സഹോദരങ്ങളെ, ഒരുത്തര് പിശാചുബാധയിട്ട് അവന്റെ തലയെ പിടിച്ചിട്ട് ഓതുകയാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. 1000 പ്രാവശ്യം ഓതി. ഈ ഓതണവനാരാ? 1-ാം നമ്പർ ശൈത്താൻ. അപ്പൊ പിന്നെ ഇവന്റെ ശൈത്താൻ പോകും. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അബൂജഹലിന്റെ കൂട്ടുകാർ, അബൂജഹലിന്റെ കൂടെന്താ? അബൂജഹലിന് അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഈ ദുനിയാവ് ശാശ്വതമല്ല, മരിച്ചു പോകുന്ന ഈ ആഖിറത്തിലേക്ക് വാ. അബൂജഹലിന് അഹങ്കാരമായിരുന്നു, പണത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം. ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ലേ അബൂജഹൽ? സഹോദരങ്ങൾ, പണമല്ല തരും, പക്ഷെ അതിന്റെ പേര് അഹങ്കരിക്കാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാവീൻ. നാളെ 2 കൈ, ഒരു കൈയല്ല, യൗമല്ല യഉല്ലു ആലിമു അലാ യദൈഹി, 2 വിരല് ഇങ്ങനെ കടിച്ചു കൊടുയും. പടച്ചോനെ, നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു കൊടുയും. അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല കൂട്ടുകാരെ പറഞ്ഞു തരട്ടെ. 9 പേരോട് കൂട്ടുകൂടണം, 3 പേരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവോ? നാളെ മഹ്ശറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ? പക്ഷെ അതെല്ലാം നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല. മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി, എല്ലായിടത്തും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. കാസർഗോഡുണ്ടോ? കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ലേ? പറക്കത്തിന് വേണ്ടി ഉണ്ടോ അവിടെ? ഇവിടെയൊക്കെ ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ, കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ, അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി. മോനെ, ഇതൊക്കെ തീരും. കൂട്ടുകാരനാരാവണം? മഹിഷറയിലെ 2 സൈസ് കൂട്ടുകാരുണ്ടെന്ന് ഖുർആൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളത് പറയും. ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര മണിക്കാണ് നിർത്തണ്ടേ? രാവിലെ? ഇത്രയ്ക്ക് ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആളുകളായി. ആ താല്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ആഗ്രഹത്തിന് അള്ള പ്രതിഫലം തരട്ടെ. 9 കൂട്ടുകാർ. ഒന്നാമത് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ വഅദ് അവസാനിക്കുമ്പോൾ ഈ 9 പേരോട് കൂട്ടുകൂടുവോ? നാളെ അവസാനിക്കുമ്പോൾ ഒന്ന് ഉറക്കെ പറയും. കാസർഗോഡുകാരെ നല്ല സ്നേഹം, ഭയങ്കര ഉശിരുള്ളവരാണ്. ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. 2 സൗഭാഗ്യമാണ്. ഇരട്ടപ്പദവി. നമ്മുടെ ചീഫ് വിപ്പിന് ഇരട്ടപ്പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ പോയി. പക്ഷെ ഈ ഇരട്ടപ്പദവിക്ക് കേസില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമയ്യതില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖാ. അല്ലാഹ് പറയാണ്, വഹസുന ഉലൈക റഫീഖാ, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ആരാണവർ? ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹ് പറയുന്നു, നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു ആവണം. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? അല്ലാഹ്.
എൻ്റെ അള്ള കൂട്ടുകൂടൂലേ? അള്ള കൂട്ടുകൂടൂലേ? അള്ള കൂട്ടുകൂടും. പക്ഷെ നീ എങ്ങനെ ആവണം? കാരണം എന്താ? അള്ള കൂട്ടുകൂടിയിട്ടുണ്ട്. ഖുർആൻ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇബ്രാഹിം നബി ആരാ? ഇബ്രാഹിം നബി ആരാ? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആ കൂട്ടുകാരൻ എവിടെയാ ഇരിക്കുക? അള്ള എവിടെ ഇരിക്കുക? കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ അള്ള എവിടെ ഇരിക്കണേ? ആദ്യത്തെ കൂട്ടുകാരൻ അള്ളയാകണം. പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി, 2 ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത്. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അള്ളാഹിനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്ന് മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അള്ള കൂട്ടുകാരനാവും. കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ? കൂട്ടുകാരനെ കാണണ്ടേ? എവിടെ അള്ള ഇരിക്കണേ? ലോക പ്രശസ്ത ചിന്തകനായ മാർക്ക് ട്വെയിൻ ഉണ്ട്, ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹം ബലിതത്തിലൂടെ ഒത്തിരി ഗുണപാഠം പറയുന്ന ആളാണ് മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, സാങ്കല്പികമാണ്. ആളൊരു വലിയ തത്വം പറഞ്ഞതാണ്. ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മാർക്ക് ട്വെയിൻ പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടി മരിക്കുന്നത് കണ്ടപ്പോൾ മകൻ വാപ്പയുടെ തല വെട്ടുന്നു, വാപ്പ ഉമ്മയുടെ തല വെട്ടുന്നു. ഇത് കണ്ട ദൈവത്തിന് പേടിയായി. സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി. മാർക്ക് ട്വെയിൻ പറയാണ്, അവസാനം ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു. ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടത്. ദൈവം ഇറങ്ങി ഓടി. സാങ്കല്പികമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, അല്ലോ ഉസ്താദ് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ വരരുത്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ച് വരരുത്. ഞാൻ ഈ റബീഉൽ അവ്വലിന് എൻ്റെ പള്ളിയിൽ ഹുബ്ബുൻ നബിയെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു. ജുമാ കഴിഞ്ഞ ഉടനെ ഒരു പഹയൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു, നിങ്ങളാ പറഞ്ഞ ശരിയായില്ല. ഞാൻ ചെന്ത് ആ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? അപ്പോൾ അതാണല്ലോ പരിപാടി. ഞാൻ ചെന്ത് കാര്യം ബുഖാരിയിലുണ്ടോ ഹദീസ്? ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ നീ ഹദീസ് അംഗീകരിക്കുള്ളൂ. അതെ, ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. ഞാൻ അവരുടെ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുല്ല ഒരു ഹദീസ് റിവായത്ത് ചെയ്താൽ നീ സ്വീകരിക്കൂ. അപ്പം ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ വേണ്ട ഓൾ ഇന്ത്യ ജാഹിലി, അതാണ് ഇമാം ബുഖാരിയുടെ പേര്. എടാ, ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല, എന്നിട്ട് അവൻ്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ്. അപ്പം ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പൊന്നു സഹോദരി, ഇതൊരു എക്സാമ്പിളാണ്. അപ്പം ദൈവം ഓടി 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 സമുദ്രത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്കി വരൂല എന്ന് ഉറപ്പായപ്പോൾ നോക്കിയപ്പോൾ മുങ്ങിക്കപ്പലിൽ വരുന്നു മനുഷ്യൻ. ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടൂല. ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത, ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു. ഇന്നേ വരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല. മാർക്ക് ട്വെയിൻ പറയുകയാണ്, ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്ക് ട്വെയിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ അള്ള എവിടെയാ? അള്ള എവിടെയാ? അള്ള എവിടെ ഇരിക്കണേ? കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ എവിടെയാന്ന് അറിയണ്ടേ? ശിവനത്തിൽ ചേരുന്നതെന്നാ
ഹൃദയം തൂവുന്നതെന്നാണ് പുന്നാരനിബീന കാണുന്നതെന്നാ പുന്നാര പോകുന്നതെന്നാ